ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ കുറച്ച് സമയം നമ്മൾ ചെടികൾക്കായിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് എന്തെങ്കിലും കുറച്ച് പ്ലാന്റ്സ് നട്ടു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു തടിക്കഷ്ണമാണ് കേട്ടോ. ഇതിങ്ങനെ നീളത്തിലുള്ളൊരു തടിക്കഷ്ണമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യണം വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ചെടികളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വീടൊക്കെ ആയി സെറ്റായപ്പോൾ ചെടികൾ വേണം, പൂക്കൾ വേണം എന്നുള്ളൊരാഗ്രഹം തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ നമ്മുടെ മൈൻഡേ മാറിപ്പോകും കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെടികളോടും പൂക്കളോടൊക്കെ സ്നേഹം വന്നാൽ നമുക്ക് അതിലേക്കായിട്ട് മാറും. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏത് പ്ലാന്റ് നടും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോഴാണ് ഇതായി ബ്രൗൺ കളർ പ്ലാന്റ് കണ്ണിൽപ്പെട്ടത് കേട്ടോ. ഇതിൽ പൂവൊന്നും ഉണ്ടായില്ലെങ്കിലും ഇതിൻ്റെ ഇല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ബുഷിയായിട്ട് നിന്ന് കാണുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. ഞാനിങ്ങനെ ഒരു ബോർഡറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് നട്ടു കൊടുത്ത് നോക്കാം കേട്ടോ. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ എനിക്ക് ചെടിക്കമ്പം തുടങ്ങാൻ തന്നെ കാരണം അവരുടെ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ സാധാ ചെടികളാണ് എങ്കിൽ പോലും നല്ല ഭംഗിയാണ് കാണാൻ. വീടും പരിസരമൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ അവിടെ കണ്ടിട്ടാണ് ഞാനും ഇത് തുടങ്ങിയത്. അപ്പോൾ അതാ എന്നെ സഹായിക്കാൻ മക്കളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇതൊന്ന് നട്ട് കൊടുക്കുകയാണ്. ഞാനെപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാലും അവരും എൻ്റെ കൂടെ സഹായിക്കാണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഇതൊന്നും ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ പ്ലാന്റ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത്. കാരണം വേനൽക്കാലമൊക്കെ അല്ലേ, പിടിച്ച് കിട്ടാൻ പണിയല്ലേ. ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. 2 നേരം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ തന്നെ ധാരാളം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതുപോലെ ആ റെഡ് പ്ലാന്റ് നട്ടു കൊടുത്തതാണ്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്.